നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. അയൺ ഗുളികകൾ കഴിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം. മൈനാഗപ്പള്ളി മിലാദി ഷെരീഫ് സ്കൂളിലാണ് സംഭവം. 6 കുട്ടികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഛർദിയും ക്ഷീണവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ തേടിയ അധ്യാപിക ആശുപത്രിയിൽ മരിച്ചു. ഇളമ്പൽ കോട്ടവട്ടം സ്വദേശിനി അശ്വതിയാണ് മരിച്ചത്. മരണം ചികിത്സാ പിഴവ് മൂലമാണെന്ന് ബന്ധുക്കൾ. എഞ്ചിൻ തകരാറിനെ തുടർന്ന് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് കുടുങ്ങി. ട്രെയിൻ വൈകിയത് 2 മണിക്കൂറിലേറെ സമയം. കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള യാത്രക്കാർ വലഞ്ഞു. നിരവധി മോഷണക്കേസിലെ പ്രതികളായ സഹോദരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട ഇലവുംതിട്ട സ്വദേശികളാണ് അറസ്റ്റിലായത്. കുടശനാട് ഭാഗത്ത് മോഷണം നടത്തിയ കേസിലെ പ്രതികളാണ് ഇരുവരും. വിശദമായ വാർത്തകളിലേക്ക്. ഗുളികകൾ കഴിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം. മൈനാഗപ്പള്ളി മിലാദി ഷെരീഫ് സ്കൂളിലാണ് സംഭവം. 6 കുട്ടികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മൈനാഗപ്പള്ളി മിലാദി ഷെരീഫ് സ്കൂളിലായിരുന്നു സംഭവം. അയൺ ഗുളിക കഴിച്ചതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. 4 വിദ്യാർത്ഥികളെ ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും 2 പേരെ കൊല്ലത്തെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഇതേസമയം ഓരോന്നായി കഴിക്കാൻ നൽകിയ ഗുളിക വിദ്യാർത്ഥികൾ ഒന്നിൽ കൂടുതൽ കഴിച്ചതാണ് ദേഹാസ്വാസ്ഥ്യത്തിന് കാരണമായതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്ന് ഇവിടെ ഒരു ക്ലാസ്സിൽ 6 കുട്ടികൾ അയൺ കണ്ടന്റ് ഗുളികൾ കഴിച്ച് അവർക്ക് അസ്വസ്ഥതയുണ്ടായി ഛർദിലുണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കി 4 കുട്ടികളെ ശാസ്താംകോട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് എലിസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് 4 പേരെ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് 4 പേരെ എലിസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു. കൂടാതെ 2 പേരെ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നാണ് എലിസ്റ്റർ ഹോസ്പിറ്റലിലെ ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെ ഇത്തരത്തിൽ ഓരോ കുട്ടികളുടെയും കയ്യിൽ കൊടുത്ത ഗുളികകൾ കഴിച്ചാണ് ചിലർ ഒന്നും അതിലധികം 1 ഗുളിക കഴിക്കേണ്ടടുത്ത് 2ഉം 3ഉം 10ഉം ഗുളികകൾ കഴിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. കൃത്യമായി നമുക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഇത് കിട്ടിയിട്ടില്ല, അറിയിപ്പ് കിട്ടിയിട്ടില്ല. സംഭവത്തെ തുടർന്ന് PT അധികൃതരും പോലീസും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂർ നഗരസഭയിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങളും പുനലൂർ നഗരസഭയുടെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളും അവതരിപ്പിക്കുകയും ഭാവി വികസനത്തിന്റെ ആശയങ്ങൾ ആരായുന്നതിന്റെയും ഭാഗമായാണ് വികസന സദസ്സ് നടത്തിയത്. സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങളും നഗരസഭയുടെ 5 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ അഭിപ്രായം ലഭ്യമാക്കുകയും ഭാവി വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനുമുള്ള ലക്ഷ്യത്തോടെയാണ് പുനലൂർ നഗരസഭയിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചത്. പുനലൂർ രാജരോഹിണി ഹാളിൽ സംഘടിപ്പിച്ച വികസന സദസ്സ് PS സുബാൽ MLA ഉദ്ഘാടനം ചെയ്തു. ജനകീയ ഓഡിറ്റിംഗിന് വിധേയമാക്കി. ഇതാണ് ശരിയായിട്ടുള്ള ജനാധിപത്യം. ഇപ്പം നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ജനങ്ങളോട് ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യും എന്നാണ് കൃത്യമായി പറയുന്നത്. അതിനാണ് പ്രകടന പത്രിക എന്ന് പറയുന്നത്. പണ്ടൊക്കെ പ്രകടന പത്രിക എന്ന് പറയുന്നത് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അടങ്ങിയ ഒരു സംവിധാനമായിരുന്നെങ്കിൽ ഇന്ന് പ്രകടന പത്രിക നടപ്പാക്കാനുള്ള ഒരു കാര്യമായി മാറി. ഗവൺമെന്റ് മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം നാളെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഇതെല്ലാം ഞങ്ങൾ നടപ്പാക്കിയിരിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടാണ് എല്ലാ വർഷവും ഗവൺമെന്റ് അവതരിപ്പിച്ചത്. അപ്പൊ നമുക്ക് സംശയമൊക്കെ ചോദിക്കാം, ഇതിന്റെ കാര്യം പറഞ്ഞു ചെയ്തിട്ടല്ലോ. നഗരസഭ വികസന സദസ്സിലൂടെ ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ കൂടി ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൂടി മുന്നോട്ടെടുത്തുകൊണ്ട് ഇനി അത് നടപ്പാക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു. ഉദാഹരണം ജനാധിപത്യം എന്ന് പറയും. നഗരസഭാ ചെയർപേഴ്സൺ K. പുഷ്പലത അധ്യക്ഷത വഹിച്ചു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക്
ഈ ഭരണസമിതിയുടെ ആദ്യകാലത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് നിർത്തുന്നതിനായിട്ടുള്ള പ്രവർത്തനത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നേടിയതിന്റെ ഒരു റിപ്പോർട്ട് നമ്മുടെ നേരിട്ടുള്ള സെക്രട്ടറി സദസ്സിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ വിഷ്വലായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രാദേശിക ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഭരണപരമായ നേട്ടങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് നമ്മളെ ചെയ്യുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ വികസന രേഖ പ്രകാശനം ചെയ്തു. ഒരുമിച്ച് ജില്ലയ്ക്ക് വേണ്ട 36 പദ്ധതികൾ പ്രാവർത്തികമാക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുരിയോട്ടുമല ഫാം മുതൽ നെടുവന്നൂർ കടന്നു കുളത്തൂർപ്പെടുത്ത് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് വരെ ഉള്ള സംരംഭങ്ങൾ തോട്ടത്തറയിലെ മുട്ട വിരിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ 1 ലക്ഷം കോഴിക്കുഞ്ഞുങ്ങളെ ഒരാഴ്ച കൊടുക്കുന്നത് ഉൾപ്പെടെ എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ടാണ്. പ്രതിപക്ഷ പരാമർശമൊന്നുമില്ല. ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടെ സഹകരിച്ച് ദീർഘ പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ടതിന് നേട്ടമാണ്. ഇനി വരാൻ പോകുന്ന കൗൺസിലിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടതെന്ന് എന്ന് നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ട കാര്യത്തിൽ പുനരൂർ നഗരസഭയിൽ കുറവില്ല. നഗരസഭയുടെ ഫണ്ട് കുറവാണ്. അത് നീതിപ്പണം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആ നീതിപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന നഗരസഭയ്ക്ക് ജീവനക്കാരുടെ ശമ്പളവും കറണ്ടിയാർജ്ജം മറ്റുമെല്ലാം കൊടുക്കാൻ കഴിയാൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പിള്ള സ്വാഗതം പറഞ്ഞു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിനോയ് രാജൻ, അഡ്വക്കേറ്റ് PANS വസന്ത രഞ്ജൻ, K കനകമ്മ, നഗരസഭാ മുൻ ചെയർപേഴ്സൺമാരായ നിമ്മി എബ്രഹാം, B സുജാത, നഗരസഭാ മുൻ ചെയർമാൻ MA രാജഗോപാൽ, മുൻ വൈസ് ചെയർമാൻമാരായ VP ഉണ്ണികൃഷ്ണൻ, D ദിനേശൻ, റവന്യൂ ഓഫീസർ ബോബി തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ കില RP പന്മന മജീദും നഗരസഭയുടെ വികസന നേട്ടങ്ങൾ നഗരസഭാ സെക്രട്ടറി സുമയ്യ BVയും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പെരിനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ആംബുലൻസ് അനുവദിച്ചു. PC വിഷ്ണുനാഥ് MLAയുടെ ഫണ്ട് വിനിയോഗിച്ചാണ് ആംബുലൻസ് അനുവദിച്ചത്. MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. പെരിനാട് കുടുംബാരോഗ്യത്തിനാണ് PC വിഷ്ണുനാഥ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ആംബുലൻസ് അനുവദിച്ചത്. ആംബുലൻസിന്റെ ഫ്ലാഗ് ഓഫ് MLA നിർവഹിച്ചു. ആദ്യം ആശുപത്രിക്ക് ആംബുലൻസ് ആണ് നമ്മൾ അനുവദിച്ചത്. അതിന് 20 ലക്ഷം രൂപയും അന്ന് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പരിപാലനവുമായി ബന്ധപ്പെട്ടും മറ്റ് സേവനങ്ങൾ കൂടി ലഭ്യമാകണം എന്നുള്ള താല്പര്യത്തിൽ, കാരണം പാലിയേറ്റീവ് സംവിധാനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ ആകണം. അപ്പോൾ രോഗികളെ കൊണ്ടുപോകാം, പാലിയേറ്റീവ് പരിചരണവും പറ്റും. ആംബുലൻസ് ആകുമ്പോൾ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് 2 പർപ്പസിനും ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു സംവിധാനം വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വാഹനം വാങ്ങിയിട്ട് ഇന്നിപ്പോൾ അത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ലളിതമായ ചടങ്ങാണെങ്കിലും വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ്. ഡോക്ടർ അടക്കം ആരോഗ്യവകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥരും പാലിയേറ്റീവിലെ സ്റ്റാഫും എല്ലാവരും ഉണ്ട്, നാട്ടുകാരുണ്ട്, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുണ്ട്, എല്ലാ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളും ഉണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വളരെ ലളിതമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പെരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, കോൺഗ്രസ് പ്രവർത്തകർ, പ്രാദേശിക നേതാക്കൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. എൻജിൻ തകരാറിനെ തുടർന്ന് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് കുടുങ്ങി. ട്രെയിൻ വൈകിയത് 2 മണിക്കൂറിലേറെ സമയം. കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള യാത്രക്കാർ വലഞ്ഞു. കോട്ടയം ഏറ്റുമാനൂർ കാണക്കാരിക്ക് സമീപമായിരുന്നു സംഭവം. ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ആണ് ഏറ്റുമാനൂരിനും കുറുപ്പുംതറയ്ക്കും ഇടയിൽ കുടുങ്ങിയത്. യാത്രക്കാരിൽ ഒരാൾ ചെയിൻ വലിച്ചതിനെ തുടർന്ന് ട്രെയിൻ നിൽക്കുകയായിരുന്നു. തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എഞ്ചിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ 2 മണിക്കൂറിലേറെ സമയമാണ് എടുത്തത്. ഇതേ തുടർന്ന് ട്രെയിൻ 2.5 മണിക്കൂറോളം വൈകി. കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള യാത്രക്കാരാണ് ഏറെയും ബുദ്ധിമുട്ടിയത്. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഏറെ പ്രയാസപ്പെട്ടു. കായംകുളത്ത് 9:40 എത്തേണ്ടിയ ട്രെയിൻ 11:33 എത്തിയത്. കരുനാഗപ്പള്ളിയിൽ 9:56 എത്തേണ്ട ട്രെയിൻ എത്തിയതാകട്ടെ 11:50. കൊല്ലം ജംഗ്ഷനിൽ 2 മണിക്കൂർ വൈകി 12:24 ട്രെയിൻ എത്തിയത്. ന്യൂസ് ഡെസ്ക്. നിരവധി മോഷണ കേസിലെ പ്രതികളായ സഹോദരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട ഇലവുംതിട്ട സ്വദേശികളായ എബൻ ഡാനിയൽ, ജസ്റ്റിൻ ഡാനിയൽ എന്നിവരാണ് നൂറനാട് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം കുടശനാട് ഭാഗത്ത് മോഷണം നടത്തിയ കേസിലെ പ്രതികളാണ് ഇരുവരും.
കഴിഞ്ഞ ദിവസം കുടശനാട് ഭാഗത്ത് മോഷണം നടത്തിയ കേസിലെ പ്രതികളായ സഹോദരങ്ങളാണ് നൂർനാട് പോലീസിന്റെ പിടിയിലായത്. പത്തനംതിട്ട ഇലവിന്തിട്ട സ്വദേശികളായ എബിൻ ഡാനിയേൽ, ജസ്റ്റിൻ ഡാനിയേൽ എന്നിവരെയാണ് നൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷണം നടത്തി രക്ഷപ്പെട്ട നിരവധി മോഷണ കേസിലെ പ്രതികളായ ഇവരെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെയാണ് കണ്ടെത്താനായത്. നൂർനാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ S. ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ SI-മാരായ ശ്രീജിത്ത്, മിഥുൻ, CPO-മാരായ മനു, ശരത്, സുനിൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പിടികൂടിയത്. പ്രതികളെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ഛർദിയും ക്ഷീണവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ തേടിയ അധ്യാപിക ആശുപത്രിയിൽ മരിച്ചു. ഇളമ്പൽ കോട്ടവട്ടം സ്വദേശിനി അശ്വതിയാണ് മരിച്ചത്. ട്യൂഷൻ സെന്ററിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കെയാണ് ഛർദിയും ക്ഷീണവും അനുഭവപ്പെട്ടത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് മരണം സംഭവിച്ചത്. മരണം ചികിത്സാ പിഴവ് മൂലമാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ ആശുപത്രിയിൽ തടിച്ചുകൂടിയത് സംഘർഷത്തിനിടയാക്കി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഛർദി അനുഭവപ്പെട്ട അശ്വതിയെ ഭർത്താവും മറ്റൊരു വിദ്യാർത്ഥിയും കൂടി കാറിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അത്യാഹിത വിഭാഗത്തിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം സ്ഥിതി കൂടുതൽ വഷളായതോടെ CT സ്കാൻ എടുത്തു. തുടർന്ന് 4ാം നിലയിലെ IC യൂണിറ്റിലേക്ക് മാറ്റി. CT സ്കാൻ റിപ്പോർട്ട് നോർമലായിരുന്നു. ഇതിനിടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളായി. BP-യും പൾസും വേഗത്തിൽ താഴ്ന്നു. ഇതിനിടെ മരണവിവരം ബന്ധുക്കളെ അറിയിക്കാൻ വൈകിച്ചെന്നും വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചില്ലെന്നും ആരോപിച്ച് ഭർത്താവും ബന്ധുക്കളും IC യൂണിറ്റിന് മുന്നിൽ തർക്കവുമായി നിന്ന ശേഷം 1 മണിക്കൂർ കഴിഞ്ഞാണ് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഛർദി മൂർച്ഛിച്ചപ്പോൾ കുത്തിവയ്പ്പെടുത്ത ശേഷമാണ് ആരോഗ്യസ്ഥിതി വഷളായതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. വൈകിട്ട് 6:30യോടെയാണ് അശ്വതി മരിച്ച വിവരം ബന്ധുക്കളെ അറിയിച്ചത്. കുന്നിക്കോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. വീടിന് സമീപത്തെ ട്യൂഷൻ സെന്ററിലാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതേസമയം ഛർദിയുമായി എത്തിയ അശ്വതിയുടെ അസ്വസ്ഥത വർദ്ധിച്ചതിനാലാണ് CT സ്കാൻ എടുത്തതെന്നും പരിശോധനാ ഫലം നോർമലായിരുന്നെന്നും ജീവൻ രക്ഷിക്കാൻ ആശുപത്രിയിൽ സാധ്യമായതെല്ലാം ചെയ്തെന്നും ആശുപത്രി സൂപ്രണ്ട് സുനിൽകുമാർ പറഞ്ഞു. ഇവിടെ അശ്വതി എന്ന് പറയുന്ന 34 വയസ്സുള്ള ഒരു യുവതി വരികയും തലകറക്കവും ഛർദിലുമായി വരികയും അപ്രതീക്ഷിതമായി മരണപ്പെടുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അതിനകത്ത് കുറച്ച് വിവാദങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇപ്പോൾ ആ രോഗിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആ യുവതിക്ക് വയറ്റിൽ ഒരു നല്ല ആബ്സസ്, വയറ്റിനകത്ത് നല്ലൊരു പഴുപ്പ്, നന്നായിട്ട് പഴുപ്പ് കിട്ടിയിരുന്നു. എന്നിട്ട് അതിൽ നിന്നും രോഗാണുബാധ വ്യാപിച്ച് സെപ്റ്റിക് ഷോക്കായി മരണപ്പെട്ടതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കുറേ ദിവസങ്ങളായിട്ട് ഉള്ള ഒരു അസുഖമായിരിക്കാം എന്ന് മാത്രമല്ല, ഇത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഏറ്റവും വലിയ പാട് ഉള്ള ഒരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ രോഗി വന്നത് വയറ്റുവേദനയില്ല, പനിയില്ല, തലകറക്കവും ഛർദിലും മാത്രമായിട്ടാണ് രോഗി വരുന്നത്. അതിൽ നിന്ന് വയറ്റിൽ ആബ്സസ് ഉള്ളത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. അതിനകത്ത് നമുക്ക് യാതൊരു അലംഭാവവും ഉണ്ടായിട്ടില്ല. നമ്മൾ ഓർമ്മ, അതായത് തലകറക്കമുണ്ട്, ഛർദിലുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റ് റെസ്റ്റ്ലെസ് ആകുകയും ഫിക്സ് പോലൊക്കെ വന്നു. അതുകൊണ്ട് നമ്മൾ തലച്ചോറിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് കരുതി അങ്ങനെ കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോയിട്ട് ഒന്നും കിട്ടിയില്ല. IC യൂണിറ്റിൽ എത്തിയ ശേഷം പൾസും രക്തസമ്മർദ്ദവും വേഗത്തിൽ കുറയുകയായിരുന്നു. കൃത്യമായ മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മാത്രമേ അറിയാൻ കഴിയൂ എന്നും സൂപ്രണ്ട് പറഞ്ഞു. നേരത്തെ ഉള്ള അസുഖം തന്നെയാണ്, നേരത്തെയുള്ള അസുഖം മൂർച്ഛിച്ചതാണ്. അത് ഒന്നുകിൽ അസുഖം വിളയിൽ അറിയാതെ വേദനയില്ലാതെ പോയി, അല്ലെങ്കിൽ അസുഖം വേദന ഉണ്ടായിട്ടും മറ്റ് ജീവിത തിരക്കുകൾക്കിടയിൽ വേണ്ട വൈദ്യസഹായം കിട്ടാതെ പോയി കാണും. അതായിരിക്കാം ഈ രോഗം ഇത്ര മൂർച്ഛിക്കാനുള്ള കാരണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സാംസ്കാരിക പ്രതിരോധത്തിലൂടെ ഫാസിസത്തെ ചെറുക്കണമെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. യുവകലാസാഹിതിയുടെ PR കർമ്മചന്ദ്രൻ അവാർഡ് സമർപ്പണവും ആദരവും ഓച്ചിറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാധവൻ പുറച്ചേരിക്ക് അവാർഡ് സമ്മാനിച്ചു. സാംസ്കാരിക പ്രവർത്തകനും യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറിയുമായിരുന്ന PR കർമ്മചന്ദ്രന്റെ സ്മരണാർത്ഥം യുവകലാസാഹിതി കൊല്ലം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ PR കർമ്മചന്ദ്രൻ അവാർഡ് സമർപ്പണം ഓച്ചിറയിൽ നിർവഹിക്കുകയായിരുന്നു കവി ആലങ്കോട് ലീലാകൃഷ്ണൻ.
കാലഘട്ടത്തിന്റെ കാവ്യവൽക്കരണത്തെ സാംസ്കാരിക പ്രതിരോധത്തിലൂടെ ചെറുക്കാൻ കഴിയണം. അതിനായി വളരെ മുന്നേ പോരാട്ടം തീർത്ത സാംസ്കാരിക പ്രവർത്തകനായിരുന്നു PR കർമ്മചന്ദ്രൻ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു അപൂർവ സാക്ഷ്യമാണ് അമ്മയുടെ ഓർമ്മ പുസ്തകം. അതുകൊണ്ട് ആ പുസ്തകം ഇതിനൊരു മാതൃകയായി അനേകം കമ്മ്യൂണിസ്റ്റ് ബന്ധുക്കൾ എഴുതേണ്ടതാണ്. ഞാൻ ഈയിടെ ഇടപ്പള്ളി സഖാവിൻ്റെ ഇടപ്പള്ളി കേസിലൊക്കെ പ്രതിയായ ശിവൻ സഖാവിൻ്റെ മകൾ ഗീത എഴുതിയ ഒരു പുസ്തകം വായിക്കാനിടയായി. ഇതുപോലത്തെ ഒരു പുസ്തകം. ഗീത മകളാണ്, ഇടപ്പള്ളി കേസിൽ പ്രതിയായിരുന്നു ശിവൻ സഖാവ്. 80കളിൽ സുഗതകുമാരി ടീച്ചറാണ്. അന്ന് മുതൽ കാവ്യരംഗത്തുള്ള ഒരാളാണ്. നിങ്ങൾ ഉച്ചിര പോലുള്ള കവിതകൾ വായിച്ചു കാണും. ഞാനിത് ഈ പരിചയപ്പെടുത്തൽ ആദ്യമാക്കുന്നത് അത് പിന്നീടായി മറന്നുപോകും. കാരണം ഇന്നത്തെ താരം വാസ്തവത്തിൽ മാധവനാണ്. മാധവൻ അമ്മയോടൊപ്പം സഹിച്ച ക്ലേശങ്ങളിൽ മാധവൻ മാത്രമല്ല അനേകം കമ്മ്യൂണിസ്റ്റ് വീടുകളിൽ പാപത്തെക്കാൾ ക്രൂരത നിറഞ്ഞ പാപങ്ങളാണ് സ്വന്തം സ്ത്രീകളോട് ചെയ്തത്. മാധവൻ അതിന് വാചകം എഴുതുന്നത് ആ സ്ത്രീകൾക്ക് ശപിക്കാൻ ശേഷിയുണ്ടായിരുന്നെങ്കിൽ ആ ശാപം കൊണ്ട് തന്നെ നമ്പൂതിരി ഇല്ലങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകുമായിരുന്നു. പ്രതിഭകൾക്ക് ആദരവ് നൽകി. കവിയും എഴുത്തുകാരനുമായ മാധവൻ പുറച്ചേരിക്കാണ് PR കർമ്മചന്ദ്രൻ അവാർഡ് സമ്മാനിച്ചത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ ഓർമ്മ പുസ്തകം എന്ന കൃതിക്കായിരുന്നു പുരസ്കാരം. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു. KM അബ്ദുൽ ഖാദർ സ്വാഗതം പറഞ്ഞു. പ്രൊഫസർ പ്രയാർ രാധാകൃഷ്ണക്കുറുപ്പ്, നന്ദകുമാർ വള്ളിക്കാവ്, വേണു വെങ്കിട്ടിക്കൽ, ഷഹീറ നസീർ, ജസീന റഹീം, ഡോക്ടർ രമ, ഡോക്ടർ ശ്രീപ്രസാദ് TG, ജയലക്ഷ്മി വിനോദ, സൗമ്യ ചന്ദ്രൻ, ഭദ്ര S കുമാർ എന്നിവരെ ആദരിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യുവകലാസാഹിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ S അജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. യുവകലാസാഹിതി ജില്ലാ പ്രസിഡന്റ് TK വിനോദൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. ജില്ലാ സെക്രട്ടറി രാജു കൃഷ്ണൻ പ്രശസ്തി പത്രം വായിച്ചു. P ഉഷാകുമാരി, മദനമോഹനൻ, R സോമൻപിള്ള, S കൃഷ്ണകുമാർ, K നൌഷാദ്, അനീഷ് V കുറുങ്ങപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. നിഷേധിയായി, അരാജകവാദിയായി, സകല വിശേഷണങ്ങളെയും കാറ്റിൽ പറത്തി ഇവിടെ ഒരു കവി നടന്നിരുന്നു. കൂട്ടിൽ കയറാതെ കൂട്ടം തെറ്റി അയാൾ അലഞ്ഞു നടന്നിരുന്നു. തിരയൊടുങ്ങാത്ത കടലിരമ്പം പോലെ മൂളിച്ചയുള്ള കവിതകളിൽ അഗ്നി നിറച്ച് ശരികൾ മാത്രം വിളിച്ചു പറഞ്ഞ് അയാൾ ഒരിക്കൽ നമ്മെ വിട്ട് നടന്നകന്നു. തെരുവിന് വേണ്ടി ശബ്ദിച്ച് തെരുവിൻ്റെ കവിയെന്ന് വാഴ്ത്തപ്പെട്ട് ഒടുവിൽ തെരുവിൻ്റെ മാറിലേക്ക് വീണമർന്ന കവി A അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമാണിന്ന്, ഒക്ടോബർ 21. മരണവീട്ടിലെ മഴ തോരുന്നില്ല. മഴയെ ശപിച്ച് ബന്ധുക്കൾ. മഴയെ പ്രണയിച്ചവന്റെ മരണത്തിന് വരാതിരിക്കാനാവില്ലല്ലോ എന്ന് മഴയും. അനുവാചക മനസ്സുകളെ ചുട്ടുപൊള്ളിക്കുന്ന അക്ഷരക്കൂട്ടുകളാൽ എരിച്ചെടുത്ത വിലാസമില്ലാത്തവന്റെ നോവ് കവിതയിൽ പകർത്തിയെഴുതി സർഗാത്മകതയുടെ ഉന്മാദം തലയ്ക്കു പിടിപ്പിച്ച് ഒരു കവിത പോലെ പകർന്നാടുകയായിരുന്നു അയ്യപ്പൻ എന്ന കവി. മണ്ണ് മൂടുന്നതിന് മുമ്പ് ഹൃദയത്തിൽ നിന്ന് ആ പൂവ് പറിക്കണം. ദലങ്ങൾ കൊണ്ട് മുഖം മൂടണം. രേഖകൾ മാഞ്ഞ കൈവെള്ളയിലും ഒരു ദലം. പൂവിലൂടെ എനിക്ക് തിരിച്ചു പോകണം. ഉന്മാദത്തിനും ജീവിതത്തിനുമിടയിലെ നൂൽപാലത്തിലൂടെ നഗ്നപാതനായി അലഞ്ഞ കവി. ആധുനിക കവിതയുടെ ഭാവുകത്വം പേറുന്ന കവി പരമ്പരയിലെ ശ്രദ്ധേയനായ കവിയായിരുന്നു A അയ്യപ്പൻ. ജീവിതം വെറുമൊരു നിസ്വനെ പോലെ ജീവിച്ചു തീർത്ത അദ്ദേഹത്തെ അനാഥത്വവും അരക്ഷിതത്വവും ഒരു കവിയാക്കി മാറ്റുകയായിരുന്നു. മദ്യത്തിന്റെ ലഹരിയിൽ തെരുവിൽ നിന്ന് തെരുവിലേക്കുള്ള ദൂരം കഠിനമൂർച്ചയുള്ള കവിതകൾ എഴുതിയും ഉച്ചത്തിൽ അവ പാടിയും നടന്നു തീർത്തവൻ. പ്രണയം ഒന്നുണ്ടാവും. പ്രണയിക്കുന്നൊരു കാലമുണ്ട്, അതിനൊരവസ്ഥയുണ്ട്. പക്ഷേ അതിനെന്തെങ്കിലും ഒരു 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 ഛേദമുണ്ടെങ്കിൽ അവർ വിട്ടു. കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. അടുക്കും ചിട്ടയുമില്ലാതെ ഒഴുക്കിൽ ഒരിലയായി ജീവിതവും തൻ്റെ കവിതകളും തുറന്ന പുസ്തകമായി വെച്ച് സിരകളിൽ ലഹരി നിറച്ച് നടന്നകന്നവൻ. എൻ്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട് ഒസ്യത്തിലില്ലാത്ത ഒരു രഹസ്യം പറയാനുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് ഒരു പൂവുണ്ടായിരിക്കും. ജിജ്ഞാസയുടെ ദിവസങ്ങളിൽ പ്രേമത്തിൻ്റെ ആത്മതത്വം പറഞ്ഞു തന്നവളുടെ ഉപഹാരം. മണ്ണ് മൂടുന്നതിന് മുമ്പ് ഹൃദയത്തിൽ നിന്ന് ആ പൂവ് പറിക്കണം. ദലങ്ങൾ കൊണ്ട് മുഖം മൂടണം.
രേഖകൾ മാഞ്ഞ കൈവെള്ളയിലും ഒരു ജലം. ഒരു ഒക്ടോബറിൽ തുടങ്ങി മറ്റൊരു ഒക്ടോബറിൽ തെരുവിൽ മുഖം ചേർത്ത് ഉറങ്ങി വീണവൻ. കടത്തിണ്ണകളിൽ അന്തിയുറങ്ങുമ്പോൾ ഒരു ഉന്മാദിയെപ്പോലെ അയാൾ കവിത്വത്തിന്റെ കാനന ഭംഗി ആസ്വദിച്ച് നടന്നിരിക്കണം. ഓരോ കവിതകളും പച്ചയായ ജീവിതത്തിന്റെ പൊള്ളുന്ന ശരികളുടെ ഏറ്റുപറച്ചിലുകളുമായിരുന്നു. ന്യൂസ് ഡെസ്ക്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും. ആശുപത്രിയിൽ പ്രസവാനന്തര ചികിത്സയുമായി ബന്ധപ്പെട്ട് യുവതി മരിച്ചതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് BJP ആരോപിച്ചു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചതിൽ പ്രതിഷേധിച്ചാണ് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ആശുപത്രിക്കകത്തേക്ക് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചത് ഉന്തും തള്ളിനും കാരണമായി. നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത്. വെറ്റമുക്ക് സോമൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ജാരിയത്ത് എന്ന് പറയുന്ന തേവലക്കരയിലെ 22ാം വാർഡിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു വനിത. ആ വനിതയ്ക്ക് മതിയായ ചികിത്സ കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, നിലവിൽ അനിസ്തേഷ്യ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പ്രക്രിയയുടെ ആദ്യ ചടങ്ങ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആശുപത്രിയിലെ ജീവനക്കാരെ നിലവിൽ പരാജയപ്പെട്ടു. ഇവിടുത്തെ ആശുപത്രിയിലെ ജീവനക്കാർ പരാജയപ്പെട്ടു എന്ന് വേണം പറയുവാൻ. കാര്യം ഞാൻ അങ്ങനെ പറയുന്നത്, ഒരു രോഗി ഓപ്പറേഷനിലേക്ക് കിടക്കുമ്പോൾ നിലവിൽ അനിസ്തേഷ്യ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ രോഗിയുടെ എക്സ്റേ എടുക്കണം, ബ്ലഡ് പരിശോധിക്കണം, ECG എടുക്കണം. നിലവിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴും ആ രോഗിയുടെ ഒരു മുൻ ചികിത്സയുടെ ഹിസ്റ്ററി നിലവിലെ ഇവിടുത്തെ ഡോക്ടർമാര് വരുത്തി പരിശോധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ രോഗിയുടെ ഒരു ഹിസ്റ്ററി, അപസ്മാരം എന്ന് പറയുന്ന രോഗം അടക്കമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും പിഴവുകൾ പറ്റിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ വേണമെന്നത്ര നടപടിക്രമങ്ങള് ഓപ്പറേഷന് മുമ്പായി എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പിഴവ് തന്നെയാണ്. മണ്ഡലം പ്രസിഡന്റ് R. മുരളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KR. രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ പ്രസിഡന്റ് പ്രദീപ് ലാൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശാലിനി രാജീവൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ നിജിത്ത്, S. രഞ്ജിത്ത്, മണ്ഡലം ഭാരവാഹികളായ വിജയശ്രീ, സന്തോഷ്, ജയ, ഏരിയ ഭാരവാഹികളായ ബിജു, പ്രദീപ്, ഋഷീന്ദ്രൻ, റിജോ, ശിവകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പെരുമ്പാമ്പിനെ പിടികൂടി. നൂറനാട് ഉളവുക്കാട് പൊയ്കയിൽ പടിയിട്ടതിൽ ഗോപിനാഥിന്റെ വീട്ടിൽ നിന്നുമാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ പെരുമ്പാമ്പിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. നൂറനാട് ഉളവക്കാട്ടിൽ നിന്നുമാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി ഉളവക്കാട് പൊയ്കയിൽ പടിയിട്ടതിൽ ഗോപിനാഥിന്റെ വീടിനോട് ചേർന്നാണ് പെരുമ്പാമ്പിനെ കണ്ടത്. പെരുമ്പാമ്പിനെ കണ്ടയുടൻ തന്നെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും വിവരമറിയിക്കുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. തുടർന്ന് കോന്നി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ BR ജയനെ വിവരമറിയിച്ചു. ഉച്ചയോടെ പെരുമ്പാമ്പിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ടിപ്പർ ലോറി ഓടയിലേക്ക് താഴ്ന്ന് അപകടം. നീണ്ടകര ആൽത്തറമൂട് ക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത്. റോഡരികിലെ ഓടയുടെ സ്ലാബ് തകർന്ന് ലോറിയുടെ പിന്നിലെ ടയർ ഓടയ്ക്കുള്ളിൽ കുടുങ്ങുകയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ക്വാറി വേസ്റ്റുമായി വന്ന ടിപ്പർ ലോറിയുടെ ഇടതുഭാഗത്തെ ടയറാണ് സ്ലാബ് തകർന്ന് ഓടയിലേക്ക് വീണത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോഴായിരുന്നു അപകടം. രാവിലെ 7:30 നമ്മുടെ വർക്ക് അപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്ക് നടക്കുന്നതിന് വേണ്ടി റോഡുമായിട്ട് ഇത് വഴി വന്നപ്പോഴത്തേക്ക് സൈഡിലോട്ട് ഒതുക്കിയപ്പം വണ്ടി പെട്ടെന്ന് ബാക്ക് വീല്
താന്നങ്ങ് പോയി. ഒന്നും ചെയ്യാതെ നേരെ അങ്ങ് താഴെ പോയി വണ്ടിയുടെ ഹൗസിങ് ഇടിച്ച് താഴെ നിന്നത്. പിന്നെ JCB വന്ന് പിടിച്ച് നിർത്തിയ വണ്ടി അവിടെ നിർത്തിയിരുന്നു. പിന്നെ അപ്പുറത്തോട്ട് കിടക്കുന്ന സ്ലാബുകളെല്ലാം ഇതേപോലെ പ്രശ്നമായിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷേ ഞാനൊരു കോൺട്രാക്ടറാണ്. ഞങ്ങൾ 5 MQ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ക്യൂബ് ടെസ്റ്റ് ചെയ്യണമെന്ന് ഇതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. 5 MQവിൻ്റെ കോൺക്രീറ്റ് നടക്കുന്ന ഒരു സൈറ്റിലാണെന്നുണ്ടെങ്കിൽ അതിന് ക്യൂബ് ടെസ്റ്റ് ചെയ്യണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് തരുന്നത്. പക്ഷേ അതേ സമയത്ത് ഇവരെ പോലുള്ള വലിയ ആൾക്കാർ ചെയ്യുന്നതിന് ആരെന്ത് ചോദിക്കാനാണ്? ഒരു പ്രശ്നവുമില്ല. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡരികിൽ നിർമ്മിച്ച ഓടയുടെ സ്ലാബാണ് തകർന്നത്. ദേശീയപാത നിർമ്മാണത്തിന് കൊണ്ടുവന്ന ക്രെയിൻ ഉപയോഗിച്ചാണ് ഓടയിൽ നിന്നും ലോറി ഉയർത്തി മാറ്റിയത്. ലോറി ഓടയ്ക്കുള്ളിൽ കുടുങ്ങിയതോടെ ഗതാഗത തടസ്സവുമുണ്ടായി. JCB ഉപയോഗിച്ച് കോറി വേസ്റ്റുകൾ നീക്കം ചെയ്തു. ഇവിടെ നേരത്തെയും അപകടമുണ്ടായതായി നാട്ടുകാർ പറയുന്നു. ഞാനും ഈ നീണ്ടേറെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഈ നിൽക്കുന്ന അദ്ദേഹം ഒരു വർക്കുമായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്കിന് കൊണ്ടുവന്ന കോറി വേസ്റ്റ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഒരു മസ്താക്കകത്ത് എത്ര ക്യൂബിക്കടി കോറി വേസ്റ്റ് വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് BMBC റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഒരു ഓടയുടെ പുതുതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഓടയുടെ, അതായത് നമ്മുടെ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ആൽത്തറമൂട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണിത്. നമ്മുടെ ഈ ബലിയൊക്കെ ഇടാൻ ആൾക്കാരെല്ലാവരും കൂടുന്ന സ്ഥലം. അവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ ഒരു മസ്താക്കകത്ത് വന്ന വണ്ടി ആ മസ്താക്കകത്ത് ഈ ലോഡുമായിട്ട് വന്നപ്പോൾ ഓടപ്പുറത്ത് കയറി ഓട ബാക്ക് വീല് ഓടയ്ക്കകത്ത് ഇടിഞ്ഞ് താന്നു പോവുകയാണ്. അതിനകത്ത് കമ്പിയുണ്ടോ സിമെൻ്റ് ഉണ്ടോ എന്തുണ്ടെന്ന് നമുക്കറിയാൻ കണ്ണൊക്കെ വളരെ മോശകരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് 2-3 ലക്ഷം രൂപയുടെ കൊച്ചു പഞ്ചായത്ത് വർക്കുകൾ പോലുള്ള വർക്ക് എടുക്കുന്നവർക്ക് ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ 5 MQ കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന് ക്യൂബ് ടെസ്റ്റ് എടുക്കണം. ആ ക്യൂബ് ടെസ്റ്റ് അത് ഒരുപക്ഷെ ടെസ്റ്റ് പാസ്സായില്ലെങ്കിൽ പിന്നെ റീബോണ്ട് ഹാമർ ടെസ്റ്റ്, പിന്നെ UPVC ടെസ്റ്റ്, ഇതിനൊക്കെ എത്രായിരം രൂപ ചിലവാക്കിയാൽ ഞങ്ങൾ ഓരോ ടെസ്റ്റുകൾ ചെയ്യുന്നെന്ന് മനസ്സിലാക്കണം. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും നടത്തി. മന്ത്രി ജെ ചിഞ്ചുറാണി വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പാലുൽപാദനക്ഷമതയിൽ സംസ്ഥാനം 2ാം സ്ഥാനം നേടിയെന്ന മന്ത്രി ജെ ചിഞ്ചുറാണി ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനവും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തിന്റെ പശ്ചാത്തല, ആരോഗ്യ, വിദ്യാഭ്യാസ, വ്യാവസായിക മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ലൈഫ് ഭവന പദ്ധതിയിലൂടെ 5 ലക്ഷത്തോളം വീടുകൾ നിർമ്മിച്ചു. കേരളത്തിലെ എല്ലാ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹൈടെക് ആകുന്നു. ഒരു വർഷം 1 ലക്ഷം സംരംഭങ്ങൾ പദ്ധതിയിലൂടെ 1.40 ലക്ഷം സംരംഭങ്ങൾക്ക് തുടക്കമിട്ടു. 65% റോഡുകളും BMBC നിലവാരത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കേരളം ഇന്നോളം ആർജിച്ചിട്ടുള്ള വികസന നേട്ടങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുക എന്ന വലിയൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിന്റെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള വികസനോത്സവങ്ങൾ സംഘടിപ്പിക്കും. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ ചോദിച്ചറിഞ്ഞുകൊണ്ട് അതെല്ലാം ക്രോഡീകരിക്കപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുവാനും ഗവൺമെന്റിന്റെ പ്രവർത്തനവും വികസനോത്സവവും ഒക്കെ വരുമ്പോഴും മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B. യശോദ, കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, ഇളമ്പള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അനിൽകുമാർ, ഹരിതകർമ്മസേന, അംഗനവാടി പ്രവർത്തകർ, CDS അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വയോജന ക്ലബ് അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവരെ പരിപാടിയിൽ ആദരിച്ചു. വികസന രേഖ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നൽകി മന്ത്രി പ്രകാശനം ചെയ്തു. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ K. ശീലകുമാരി, TM സൈഫുദ്ദീൻ, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ C. ശ്രീജ, ഫറൂഖ് നിസാർ, പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ മുരളീധരൻ, S. ജയശ്രീ, ജലജ ഗോപൻ, ആസൂത്രണ സമിതി അംഗങ്ങളായ K. ശിവശങ്കർ ഉണ്ണിത്താൻ, C. സോമൻപിള്ള, CDS ചെയർപേഴ്സൺ ജയമോൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. അയൺ ഗുളികകൾ കഴിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം. മൈനാഗപ്പള്ളി മിലാദി ഷെറീഫ് സ്കൂളിലാണ് സംഭവം. 6 കുട്ടികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഛർദിയും ക്ഷീണവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ തേടിയ അധ്യാപിക ആശുപത്രിയിൽ മരിച്ചു. ഇളമ്പൽ കോട്ടവട്ടം സ്വദേശിനി അശ്വതിയാണ് മരിച്ചത്. മരണം ചികിത്സാ പിഴവ് മൂലമാണെന്ന് ബന്ധുക്കൾ. എഞ്ചിൻ തകരാറിനെ തുടർന്ന് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് കുടുങ്ങി. ട്രെയിൻ വൈകിയത് 2 മണിക്കൂറിലേറെ സമയം. കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള യാത്രക്കാർ വലഞ്ഞു.
മോഷണ കേസിലെ പ്രതികളായ സഹോദരങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട ഇലവുംതിട്ട സ്വദേശികളാണ് അറസ്റ്റിലായത്. കുടശനാട് ഭാഗത്ത് മോഷണം നടത്തിയ കേസിലെ പ്രതികളാണ് ഇരുവരും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.